വേൾഡ് വൈഡ് മൊത്തം ഇങ്ങനെ തരംഗമായിട്ട് സെൻസേഷനായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ സാർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് നമ്മുടെ തളപതി വിജയ് അഭിനയിച്ച ലിയോ പടം ഇറങ്ങിയതിന് ശേഷം ഞങ്ങളെല്ലാം സെർച്ച് ചെയ്തത് സാറിനെയാണ് കേട്ടോ. കാരണം ലിയോയിൽ ആ ഒരു സോങ് ആഡ് ചെയ്ത് അത് ഭയങ്കരമായിട്ട് വൈറലായി. സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി അതൊന്ന് പാടാൻ പറ്റുമോ? എൻ്റെ കൂടെയുള്ള പാട്ടുകാരി ഇല്ല, ഡുവറ്റാണേ, സുജു ആണ്. അത് വിദ്യാസാഗറിൻ്റെ ഒരേ ഒരു സിനിമയാണ്, മറ്റേ ഭാരതിരാജയ്ക്ക് വേണ്ടി ചെയ്ത ഒരേ ഒരു സിനിമയാണ്. 95 എടുത്ത പാട്ടാണ്. 28 കൊല്ലത്തിന് ശേഷം അന്ന് ഓഫ്കോഴ്സ് ടി വിയിലൊക്കെ ഹിറ്റായിരുന്നെങ്കിലും കൂടി ഇപ്പോഴാണ് അത് മറ്റേ വിജയിൻ്റെ കെയർ ഓഫിലാണ് ആ പാട്ട് കയറിയിട്ട് ഇപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിച്ച് ഇൻ്റർവ്യൂ എടുക്കാൻ എനിക്ക് തന്നെ ഞാൻ തന്നെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത് എന്താണ് സംഭവം? എന്നാലും ഞങ്ങളുടെ അമൃത ടിവിയുടെ പാടാം നേടാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാർ പ്ലീസ്. தாமரப்பூவுக்கும் தண்ணிக்கும் என்னைக்கும் சண்டையே வந்ததில்ல. மாமன அள்ளி நீ தாவணி போட்டுக்க மச்சி நீ யாரும் இல்ல. கம்பங்கூழில் போட்ட உப்பு கஞ்சி எல்லாம் சேர்தல் போல கண்ட போதே இந்த மூஞ்சி நிறைஞ்சு போச்சு நெஞ்சுக்குள்ள. நாக்குல மூக்கையே தொட்டவ நானடி, பார்வையால் உசுரையே தொட்டவ நீயடி. தாமரப்பூவுக்கும் தண்ணிக்கும் என்னைக்கும் சண்டையே வந்ததில்லை. மாமன அள்ளி நீ தாவணி போட்டுக்க மச்சி நீ யாரும் இல்லை. ഇപ്പോൾ സാർ ഇതേ ഇത്രയും വലിയൊരു വേദിയിൽ നിൽക്കുകയാണ്. പാടാം നേടാം എന്ന ഞങ്ങളുടെ ഈ ഒരു ഷോയുടെ മെഗാ ഇവന്റ് ആണ് നടക്കാൻ പോകുന്നത്. സാർ എത്ര എക്സൈറ്റഡ് ആണ്? അല്ല, എന്താണെന്ന് വെച്ചാൽ ഈ ഗാനമേള എന്നുള്ള ഈ പരിപാടി കൂടെ വന്ന ആളാണ് ഞാനും. അതുകൊണ്ട് ഗാനമേളയിൽ പാടുന്ന പാട്ടുകാരും പാട്ടുകാരികളെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്പെഷ്യലാണ്. നമ്മളൊക്കെ എത്രയോ കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള അമ്പലങ്ങളിൽ മുഴുവൻ ഉത്സവങ്ങൾക്ക് ഗാനമേള പാടി പാടിയത് എം.ജി. ശ്രീകുമാർ എന്ന് പാടിയത്ര ഞാനിപ്പോൾ പാടി കാണില്ല. പക്ഷേ ഞാനും ഒരു സമയത്ത് കുറേ ഇങ്ങനെ ഈ പബ്ലിക് പെർഫോമൻസ് നിറയെ ചെയ്തിട്ടുള്ള ആളല്ലേ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളത് തന്നെയാണ് നമ്മളൊക്കെ. അപ്പോൾ അതിൽ കൂടെ വരുന്ന ഒരു പാട്ടുകാർ പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അത് അമൃത ടി വി നടത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ അവരോടൊപ്പം തന്നെ സാറിനെയും കൂടി ഞങ്ങൾ ആ ഒരു പാനലിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളൊന്ന് ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. ഒന്ന് തൊട്ടേനേ നിന്നെ തൊട്ടേനേ, ഒന്ന് തൊട്ടേനേ നിന്നെ തൊട്ടേനേ, തൊട്ട് കണ്ണിൽ വച്ച് കൂടെ പോന്നേനേ. ഒന്ന് തൊട്ടേനേ നിന്നെ തൊട്ടേനേ, തൊട്ട് കണ്ണിൽ വെച്ച് കൂടെ പോന്നേനേ. മഴ നനഞ്ഞ നിലാവിനെ മെല്ലെ മകരമഞ്ഞു തലോടുന്ന പോലെ ഒരു പാട്ടായി ഒരു കൂട്ടായി ഒരു കാറ്റായി കാതിൽ മുട്ടവേ. ഒന്ന് തൊട്ടേനേ നിന്നെ തൊട്ടേനേ, തൊട്ട് കണ്ണിൽ വച്ച് കൂടെ പോന്നേനേ. ഇങ്ങനെ മലയാളത്തിന്റെ ദി ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ അഭിരാമി ചേച്ചി ഇവിടെ എത്തിക്കഴിഞ്ഞു. പാടാം നേടാമിന്റെ ഞങ്ങളുടെ മെഗാ ഇവന്റിലേക്ക് സ്വാഗതം ചേച്ചി. താങ്ക് യു സോ മച്ച്. എന്ത് സന്തോഷത്തിലാണ്, കാരണം വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള 4 പേര് ഈ ഒരു വേദിയിലുണ്ട്. എന്തുമാത്രം എക്സൈറ്റ്മെന്റ് ഉണ്ട് ചേച്ചിക്കുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ ഇത്തരം വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഗായകരുടെ കൂടെ ഓർക്കസ്ട്ര
അവരുടെ കൂടെയും പിന്നെ നമ്മുടെ ലെജൻസ് ആയിട്ടുള്ള 4 പേരുടെ കൂടെയും അമൃത ചാനലിൻ്റെ പ്രേക്ഷകരുടെ കൂടെയും ചിലവഴിക്കാൻ പറ്റുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മേ ബി മീരയും ഞാനും ഒക്കെ ആ ഒരു ഗാനമേള കൾച്ചർ കഴിഞ്ഞ് വന്നൊരു ജനറേഷനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതുകൊണ്ട് നമുക്കധികം അറിയില്ലായിരിക്കാം. പക്ഷെ ഒരു മേ ബി ഒരു കുറച്ച് ഗാനമേളകൾ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കാണാൻ പോയിട്ടുണ്ട്, കുറച്ച് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോഴത്തേക്കും ഒരു റെക്കോർഡിംഗ് ബൂത്തിൽ നിന്ന് പാടുന്നത്, മൾട്ടിപ്പിൾ ടേക്സ് എടുത്ത് പാടുന്നതും ഒരു ലൈവ് പെർഫോമൻസ് ഒരു സ്റ്റേജിൽ നിന്ന് ഓഡിയൻസിൻ്റെ മുമ്പിൽ അവരുടെ എന്താ പറയുക ആ എനർജി മാച്ച് ചെയ്തിട്ട് അതിങ്ങനെ ഒരു പെർഫോം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ അമൃത ചാനലിന് ഇങ്ങനൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതിനും ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഒരുക്കി തന്നതിനും കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങളുടെയൊക്കെ മലയാളത്തിലെയും തമിഴിലെയും ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു ഫേവററ്റ് ഹീറോയിൻ കൂടിയാണ്. അപ്പോൾ ചേച്ചീനെ കൂടി ഞങ്ങളുടെ പാനൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ സീറ്റിലേക്ക് ഞങ്ങളൊന്ന് ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.